ഇവള് പറഞ്ഞ് മനസ്സിലായില്ലെങ്കിലും കേട്ടിരുന്നതിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പോഴാണ് ഇതെല്ലാം കേട്ടിരുന്നിട്ട് ഇവനും ആകെ അവള് പറഞ്ഞ് 2-3 വാക്ക് മാത്രമേ ഇവന് മനസ്സിലായി കാണത്തുള്ളൂ. അതുകൊണ്ട് ഇവൾ എന്താലോചിച്ചായിരിക്കും അപ്സെറ്റ് ആയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവൻ ഇവിടുന്ന് കുറെ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനേശം അന്ന് രാത്രി ജീസനാണ് അവളെ പുതിയ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് എല്ലാവരോടും പരിചയപ്പെടും. അപ്പോഴാണ് കൂടെ നിന്ന് ഡയറക്ടറും ഇവരുടെ ലക്കിന് നാളെ നോർത്തേൺ ലൈറ്റ്സ് നല്ല ബ്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റുമെന്ന് ഇപ്പോൾ ഒരു അറിയിപ്പൊന്നെന്ന് പറയുമ്പം അതേസമയം ഇപ്പൊ ചാമൂഹിക്കാണ് ഇതിലൊട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് അവൾ അതൊന്ന് മൈൻഡ് ചെയ്യാതിരിക്കും. അങ്ങനെ അതിനേശം ഇവരൊക്കെ ഒരുമിച്ച് ഇന്ന് കഴിക്കുമ്പോഴാണ് ജീസോന്റെ കല്യാണമായിട്ട് അവൾ എന്തിനാ ഇവിടേക്ക് വരാൻ സമ്മതിച്ചതെന്ന് ചോദിക്കും. അപ്പോഴാണ് ഈ ചോദ്യം കേട്ട് അവളും കുറച്ച് ടെൻഷനായി. കല്യാണം ഒരു ചെറിയ കല്യാണം, അതുകൊണ്ട് തൽക്കാലം അത് മാറ്റി വെച്ചേക്കോന്ന് പറയും. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അവൾ ഇവിടെ നിന്ന് പോകത്തുള്ളെന്ന് പറയുമ്പം ഇത് കേട്ട് അവരൊക്കെയാണ് വിശ്വസിച്ചിട്ട് ജോലിക്ക് വേണ്ടി കല്യാണം തന്നെ മാറ്റി വെച്ചോന്ന് പറഞ്ഞ് അവരൊക്കെ ഇവളെ കുറിച്ച് പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതിനേശം ഹോജിനാണ് റൂമിൽ ഇരുന്നോണ്ട് ഇവന്റെ ചേട്ടനായിട്ടുള്ള കല്യാണത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അവൻ ഒറ്റയ്ക്ക് എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന ചാമൂഹിയാണ് ഇവ മിക്കവാറും വീണ്ടും അവളെ കണ്ടുമുട്ടിയത് സങ്കടപ്പെടുമായിരിക്കും എന്ന് പറഞ്ഞ് അവനെ സമാനപ്പെടുത്താൻ വേണ്ടി അടുത്തേച്ചില്ലും. അങ്ങനെ കല്യാണം ഉണ്ടായിട്ട് അവളിവിടെ വരാനുള്ള കാര്യം ഇവൻ ചോദിച്ചോന്ന് ഇവൾ ചോദിക്കുമ്പോൾ അവനാണ് ചോദിച്ചോന്നില്ല, പക്ഷെ അവരെ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അവനറിയാന്ന് പറയും. പക്ഷെ എന്നിരുന്നാലും അവരെ തമ്മിൽ തീർച്ചയായിട്ടും കല്യാണം നടക്കുമെന്ന് ഇവൻ ഉറപ്പിച്ചു പറയുമ്പം അവളാണ് കല്യാണം കഴിഞ്ഞാലും ഇവൻ ആ ജീസനെ കാണേണ്ടി വരത്തില്ലെന്ന് പറഞ്ഞ് ഇവന്റെ ഇഷ്ടം മറച്ചു വയ്ക്കുന്ന ബുദ്ധിമുട്ടെല്ലാം ചെയ്യിക്കും. അപ്പോഴാണ് അവനും അതിനെക്കുറിച്ച് ഇവളൊന്നും സംസാരിക്കേണ്ട, ഇവൾ ഇതിന്ന് മാറി നിൽക്കാൻ പറയും. അങ്ങനെ അവൻ ഒറ്റയ്ക്ക് പ്രശ്നം സോൾവ് ചെയ്തോളെന്ന് പറയുമ്പം ഇവളാണ് അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ കഷ്ടപ്പെടണം, ഇവന്റെ കൂടെ ഒരാൾ കൂട്ടിക്കുവാണ് അതൊരു സപ്പോർട്ടല്ലേന്ന് പറഞ്ഞ് അവരെ പ്രൊട്ടക്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറയുമ്പം ഇവനാണ് വഴിയിൽ നിന്ന് മാറിയില്ലെങ്കിൽ ഈ ചാൻസ് മുതലെടുത്ത് ഇവൾ ഗേൾ ഫ്രണ്ട് ആക്കാൻ നോക്കുവാന്ന് അവൻ വിചാരിക്കും പറയും. അങ്ങനെ അത് കേട്ട് അവളാണ് ഹേർട്ടായി തിരിച്ച് റൂമിലേക്ക് ചെന്നിട്ട് അവൻ വീണ്ടും ഇവളെ റിജക്ട് ചെയ്യുന്ന പറഞ്ഞ് അവള് കരഞ്ഞോണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ വീണ്ടും ഡൊറാമി പ്രത്യക്ഷപ്പെട്ട് ഇവളുടെ അടുത്തിരുന്ന് ഡാൻസ് കളിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം ഇവനെ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പോകുന്ന സ്ഥലത്ത് ഷൂട്ടിംഗ് എടുക്കാൻ വേണ്ടി പോവുക. അപ്പോഴാണ് അവിടെ വെച്ച് ചാമുഹിയുടെ മാനേജറാണ് സ്നോ ഉണ്ടെങ്കിൽ ആകാശത്ത് ആ ലൈറ്റ് ഒന്നും കാണാൻ പറ്റത്തില്ലെന്ന് പറയുമ്പം അവളാണ് എങ്കിൽ പിന്നെ കട്ടയ്ക്ക് സ്നോ വരട്ടെ എന്ന് പറഞ്ഞ് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ജീസോൻ അവിടേക്ക് വന്നിട്ട് ഇന്ന് ഇവൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്ന ഹോജിനല്ല മറ്റേ ഹീറോയുടെ സെക്രട്ടറി ആണെന്ന് പറയും. അത് കേട്ട് ഇവളാണ് ഷോക്കായി. അതെന്തോ ഹോജി സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് ഇവൾ ഇന്നലെ സംസാരിച്ചതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുമ്പം ജീസനാണ് അവൻ സമ്മതിക്കാത്തോണ്ടൊന്നല്ല വരുന്ന വഴിക്ക് അവൻ ആക്സിഡന്റ് ആയി പറയും. അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഇന്നൊരു ദിവസം മാത്രം മറ്റുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പോകുമ്പം ഇവിടെ ചാമുഹിയാണ് അവനെല്ലാം പറ്റിക്കാണെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കും. അപ്പോഴാണ് ഇത് അടുത്തിരുന്നാണ് മാനേജറും ചെറിയ ആക്സിഡന്റ് എന്നല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് അവൻ വേണം ഇപ്പം വേണം വിളിച്ചു നോക്കാന്ന് പറയും. അപ്പോഴാണ് ഇവളും ഇതൊക്കെ ഇവള് പ്രാഗീതുണ്ടല്ലേ സംഭവിച്ചതെന്ന് പറഞ്ഞ് അവൾ അപ്സെറ്റ് ആയിരിക്കും. അങ്ങനെ അതിനേശം ഇവരുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഹീറോയാണ് അവളോട് സംസാരിക്കുമ്പോൾ തന്നെ ഇവളുടെ ഫേസിൽ സന്തോഷമില്ലാത്ത മനസ്സിലാക്കും. അങ്ങനെ അതിനേശം ഇവരൊക്കെ ആ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇവർക്ക് ലക്കില്ലാത്തതുകൊണ്ട് തിരിച്ചു വന്നറിഞ്ഞിരിക്കുമ്പം കുറച്ചു പേർക്കൊക്കെ അത് വെയിറ്റ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവരൊക്കെ അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിക്കും. അതിനേശം ഇവിടെ ഹീറോ അവന്റെ സെക്രട്ടറിയോട് ഇവനെ കാണുമ്പോൾ അവൾ സന്തോഷിച്ചിരിക്കും പറഞ്ഞിട്ട് പിന്നെ ഇന്നെന്താ അവളുടെ ഫേസ് ആ സന്തോഷം എന്ന് കാണാത്തയും ചെയ്യിക്കും. അപ്പോഴാണ് ഇവിടെ സെക്രട്ടറിക്ക് മനസ്സിലായി അവൾക്ക് സത്യത്തിൽ ഹോജിനാടാ ഇഷ്ടമുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ ഇവനോട് സത്യം പറയും ഇന്ന് അവളുടെ ചെവി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളില്ലാത്തോണ്ടായിരിക്കും അവളുടെ സന്തോഷം മൊത്തത്തിൽ പോയെന്ന്. അതോടെ ഹീറോയും അപ്പൊ ഇവനല്ലേ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞ് അവനും ചമ്മി പോകും. എന്നിട്ട് ചാമുഹി ഇവിടെ ഹോജിന് മെസ്സേജ് അയച്ച് അവനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി പോകും. പക്ഷെ ആ മെസ്സേജെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഇവളും അവനിവിടെ എത്ര താമസിച്ചെത്തിയാലും അവൾ അപ്പം തന്നെ അറിയിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അവളുടെ മാനേജർ മറ്റേ പ്രൊഡ്യൂസിന് കഴിക്കാൻ വേണ്ടി ഫുഡായിട്ട് പോകുമ്പോഴാണ് അറിയാതെ അവളുടെ ഫോണിനകത്ത് ഇവനങ്ങ് അഴുക്കാക്കും. അങ്ങനെ അത് തുടച്ചു കളയാൻ പോകുമ്പം പെട്ടെന്ന് അവളുടെ ബോയ് ഫ്രണ്ട് കോളാണ് അറ്റൻഡ് ചെയ്യും. അപ്പോഴാണ് ഇവനറിയാൻ വരുന്ന അവർ തമ്മിലുള്ള കല്യാണമൊക്കെ നിന്നെന്ന്. കാരണം ഹോജിന്റെ ചേട്ടനും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ വീണ്ടും കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് കെഞ്ചിക്കൊണ്ടിരിക്കും. അതോടെ ജീസനും ദേഷ്യത്തി ഇവനെല്ലാം കേട്ടോന്ന് പറഞ്ഞ് അവനെ പേടിപ്പിക്കുമ്പം അവനാണ് ഇത് ആരോടും പറയത്തില്ലെന്ന് പറഞ്ഞ് അവനും തലയാട്ടിക്കൊണ്ടിരിക്കും. അതേസമയം ചാമുഹിയും കുറെ സമയമായിട്ട് ഹോജിന് വേണ്ടി ഉറങ്ങാതിരിക്കുമ്പോഴാണ് അവൻ മെസ്സേജ് അയച്ച് ഇവൾ ഉറങ്ങിയില്ല പുറത്തേക്കൊന്ന് വരാൻ പറയും. അതോടെ അവൾ അപ്പത്തന്നെ ധൃതിയിൽ ഇവനെ കാണാൻ വേണ്ടി ചെന്നിട്ട് ഇവൻ എന്തെങ്കിലും പറ്റിയോന്ന് പറഞ്ഞ് അവളെ കുറെ കെയർ ചെയ്യുമ്പം അവനാണ് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവളെ സമാനപ്പെടാൻ പറയും. അപ്പോഴാണ് അവള് സങ്കടത്തി ഇതൊക്കെ ഇവള് പറഞ്ഞ സംഭവിച്ചെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി ഡൊറാമ ഇവളുടെ ഫ്രണ്ടി വന്നപ്പോൾ അറിയാതെ അവളുടെ കൂടെ ഡാൻസ് കളിച്ച് ഇവനെ ശപിച്ചോ എന്നറിയും. അതുകൊണ്ട് അത് കാരണം ഇവൻ ആക്സിഡന്റ് സംഭവിച്ചെന്ന് അവൾ പറയുമ്പം അവനാണ് ചിരി വന്നിട്ട് എങ്കിൽ പിന്നെ പുറയുന്ന ഞങ്ങൾ ഇടിച്ചിട്ട് ആ ഡ്രൈവറിന്റെ പ്രശ്നമല്ല നിന്റെ പ്രശ്നമല്ല, നീ അതൊക്കെ മറന്നിട്ട് നിന്റെ ലക്കിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്, നീ വിചാരിച്ച പോലെ തന്നെ ഇപ്പൊ ആകാശം നിനക്ക് ലൈറ്റ്സ് കാണാൻ സാധിക്കും എന്ന് അവനും കാണിച്ചു കൊടുക്കുമ്പം അവളാണ് അത് കണ്ട് മൊത്തത്തിൽ സർപ്രൈസ് ആയി പോകും. അതിനേശം ഇവരുണ്ടേരും കൂടെ അത് ഒരുമിച്ച് കാണുമ്പോഴാണ് അവൻ ഇവളുടെ ലക്കി ലീഫ് പറഞ്ഞോ ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് അവൾക്ക് താങ്ക്സ് പറയും. അപ്പൊ അവളുടെ ലക്കി ലീഫൊക്കെ എപ്പോഴേ കളഞ്ഞെന്ന് പറയുമ്പം ഇവനാണ് ഇവളുടെ ആയിരുന്ന ലക്കി ലീഫിൽ ഒരെണ്ണം അവന്റെ കയ്യിലാന്ന് പറഞ്ഞ് അത് അവളുടെ എടുത്തു കൊടുക്കുമ്പം അവളും കുറച്ച് സന്തോഷത്തിലൊക്കെ ഇരിക്കും. ഇതുവരെ അവനത് കളയാതെ സൂക്ഷിച്ച് വച്ചേക്കോന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേർക്ക് ഇത് ഒരുമിച്ച് കാണുന്നത് അവള് ഭയങ്കര ഹാപ്പി ആയി എന്ന് പറയുമ്പം അവന് സന്തോഷത്തിൽ ഇവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവനും ഇവിടെ നല്ല തണുപ്പാന്ന് പറഞ്ഞ്
അകത്തേക്ക് പോകാന്ന് പറയുമ്പം അവള് വല്ലപ്പോഴൊക്കെ ഇത് കാണാൻ പറ്റത്തുള്ളൂ, അതിനുമ്പ് ഇവന് പോകണമെന്ന് പറഞ്ഞ് അവൾ കുറച്ച് സമയം കൂടെ ഇവിടുന്ന് അത് കാണണമെന്ന് പറയും. അപ്പോഴാണ് ഇവളെ കണ്ട് അവൻ ഓർത്ത് വെക്കുന്നത് അന്ന് ഇവളുടെ റൂമിന്റെ താക്കോല് കാണാനില്ലെന്ന് കള്ളം പറഞ്ഞെന്ന് അവന് മനസ്സിലായി കാണും. കാരണം അവളുടെ പോക്കറ്റിൽ ആ കാർഡുണ്ടായിരുന്നു അവൻ കണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അറിഞ്ഞിട്ട് അവനിപ്പോ ഇവളോട് ചോദിക്കാതെ ഇവളുടെ ആഗ്രഹത്തിന് രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഇത് കാണാന്ന് പറഞ്ഞ് അവരാ വീവ് തന്നെ കണ്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് അവളും ഈ ഒറോറോയിനെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഇവളുടെ കൂടെ ഇരുന്ന ആ സമയമായിരിക്കും ഇനി ഓർമ്മ വരാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവള് പറയുമ്പം അവനൊരു സെക്കൻഡ് അവളും തിരിഞ്ഞു നോക്കും. അപ്പോഴാണ് അവളും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ആകാശത്തുള്ള ലൈറ്റ് ഒന്നും നമ്മുടെ നാട്ടിൽ നിന്ന് കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവളെ അതുകൊണ്ട് ഓർക്കേണ്ട ആവശ്യം വരത്തില്ലെന്ന് പറയും. അങ്ങനെ അതിനുശേഷം അവളും ഇനി നമുക്ക് ഇവിടെ നിന്ന് പോകാന്ന് പറയുമ്പം അവനാണ് ഇത് തീരുന്നവരെ വേണേ വെയിറ്റ് ചെയ്ത് കണ്ടിട്ട് പോകാന്ന് പറയും. പക്ഷെ അവൾക്ക് ഇത് മാഞ്ഞു വന്ന് കാണാൻ വയ്യ. അതുകൊണ്ട് തന്നെ അവളും ഈ സന്തോഷമായിട്ടുള്ള മൊമെന്റോടെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകാന്ന് പറഞ്ഞ് അവൾ അവിടെ നടന്നു പോകും. അതിനുശേഷം ഇവിടെ അവളുടെ മാനേജറാണ് ജീസേനോട് എന്തായാലും കല്യാണം നിന്ന കാര്യം എല്ലാരും പെട്ടെന്ന് തന്നെ കണ്ടെത്തുമെന്ന് പറയുമ്പം ഇത് കേട്ട് അവളും ഇവൻ അടി വാങ്ങിച്ചു കൂട്ടാൻ മുട്ടിയിരിക്കുകയാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവളുടെ ഫോൺ തിരിച്ചു കൊടുത്തിട്ട് കുറെ സമയമായിട്ട് ഇവളുടെ ബോയ് ഫ്രണ്ട് വിളിച്ചോണ്ടിരിക്കുക, ഒരു ശവം ചതിച്ചല്ലാണെങ്കിൽ അവന്റെ ഫോൺ എടുക്കണ്ടെന്ന് പറയും. അതോടെ അവളാണ് ഫോൺ എടുത്തിട്ട് ഇവൾ അവനെ ചതിച്ചെന്ന് പറഞ്ഞ് പെട്ടെന്ന് ബ്രേക്കപ്പ് ചെയ്ത് ഫോൺ കട്ട് ചെയ്യും. ഇത് കേട്ട് മാനേജറും അപ്പൊ നീയാണ് അവനെ ചതിച്ചേ എന്നിന് അവന് ഷോക്കായിരിക്കുമ്പം അവൾ ഇനിയാ ചതിക്കാൻ പോന്നെന്ന് പറയും. അങ്ങനെ അതിനുശേഷം ഹോജിനും ചാമുഹിയും കൂടെ തിരിച്ച് റൂമിലേക്ക് പോകാൻ നോക്കുമ്പം ആ ലോക്കാണെ കുറച്ച് സ്ട്രക്ക് ആയിരിക്കും. അങ്ങനെ ആ സമയത്ത് അവള് ഇന്നലെ ഷൂട്ടിങ്ങിനെ കുറിച്ചൊക്കെ പറയുമ്പം മറ്റേ ഹീറോയ്ക്ക് തണുപ്പ് അലർജി ആയതുകൊണ്ട് അവന്റെ കൈ നല്ലോണം തണുത്തടന്നെയാന്ന് ഇവ രണ്ടുപേരും കൈ കോർത്തപ്പോൾ അവൾ അറിഞ്ഞെന്നറിയും. അങ്ങനെ അത് കേട്ട് അവനാണ് ജലസായി രണ്ടുപേരും കൈയൊക്കെ കോർത്തോന്നറിഞ്ഞ് അവന് ചോദിക്കുമ്പം ഇവളാണ് സന്തോഷത്തി അവന്റെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഭയങ്കര വീക്കാന്നറിഞ്ഞ് അതുകൊണ്ട് അവന് കഴിക്കാൻ പറ്റാത്ത ഫുഡെല്ലാം ഇവൾ കഴിച്ച് തീർത്തെന്നറിയും. അങ്ങനെ ആ സമയത്ത് അവന്റെ ചിരി കണ്ടപ്പോഴ ഇവൾക്ക് മനസ്സിലായ എന്തുകൊണ്ട് എല്ലാരും അവനെ പ്രിൻസ് ഓഫ് റൊമാൻസ് എന്ന് വിളിക്കുന്നതെന്ന്. ഇവളിങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവനാണ് ദേഷ്യത്തി ഈ കുന്ത്രണ്ടെന്ന് തുറക്കാത്തേന്ന് പറഞ്ഞ് അവൻ ഇതെല്ലാം കേട്ട് നിൽക്കാൻ സഹിക്കാതെ പെട്ടെന്ന് അകത്തേക്ക് കയറാൻ നോക്കും. അങ്ങനെ അതിനുശേഷം അവനും കഷ്ടപ്പെട്ട ആ ഡോർ തുറന്നെടുത്തിട്ട് ഇവളെ ചെന്ന് റെസ്റ്റ് എടുക്കാൻ പറയുമ്പം അവളാണ് അപ്പോഴും നിർത്താതെ ആ ഹീറോയ്ക്ക് കൊറിയയിലെ മഷ്റൂം ഫുഡ് ഇഷ്ടമെന്ന് പറഞ്ഞ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇവൾക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുമെന്ന് ചോദിക്കും. അതോടെ ഹോജിനും അവന് പാചകമൊന്നും ചെയ്യാൻ അറിയത്തില്ലെന്ന് പറയുമ്പം അവളാണ് എങ്കിൽ പിന്നെ യൂട്യൂബെല്ലാം നോക്കാന്ന് പറഞ്ഞ് അവനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇവന് ഫുൾ അസിയായി അവന്റെ ഫുഡും കഴിച്ച് ഇവളുടെ ഫേസ് ഒക്കെ തടിച്ചു പോയിരിക്കാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവിടെ മാനേജർ അവളുടെ പുറകെ തന്നെ വന്ന് ഇവൾ 6 രൂപ കൂടിയെ ചതിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പം അവളാണ് ഏതെങ്കിലും കല്യാണം കഴിക്കാത്ത ഒരു പയ്യനെ നോക്കി സെറ്റ് ചെയ്യുന്ന പറയും. അത് കേട്ട് അവനാണ് അങ്ങനെ ഏതെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച് ഇവൾക്കൊന്നും ചതിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അതൊക്കെ ഡേഞ്ചറാന്ന് ഇവളെ വാൺ ചെയ്യുമ്പം അവളാണ് എങ്കിൽ പിന്നെ അറിയാവുന്ന ഒരാളുടെ കൂടെ സെറ്റായ അത് സേഫ് ആണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അറിയാവുന്ന ഒരാൾ ഉദ്ദേശിച്ചത് നിന്റെ ബോയ് ഫ്രണ്ട് അനിയനൊന്നല്ലല്ലോ, അങ്ങനെയാണ് നിനക്ക് പ്രാന്ത് പിടിച്ച് ഞാൻ വിചാരിക്കുന്നത് എന്ന് ഇവനും പറയുമ്പം അവളും പ്രണയത്തിൽ വീഴുന്നമാരോടൊന്നും ഇപ്പൊ ഒന്നേർന്ന് ചതിക്കത്തില്ലെന്ന് പറയും. അതുകൊണ്ട് അറിയാത്ത ആരെങ്കിലും ഒക്കെ ഇവളെ സെറ്റ് ചെയ്യാൻ പോകാന്ന് പറയും. കാരണം ഹോജിനെ ഇതിനുമ്പോൾ സ്നേഹിച്ചിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം ഒരു വേറൊരു സ്ഥലത്തേക്ക് ഷൂട്ടിങ്ങിന് പോകുമ്പോഴാണ് അവിടെ അകത്തേക്ക് കയറാൻ പറ്റാത്തോണ്ട് ഇവർ കുറച്ച് ഡിലേ ആകും. അങ്ങനെ ആ സമയത്ത് ഹീറോ പുറത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കുമ്പം അവിടെ സന്തോഷിച്ചിരിക്കുന്ന ചാമുഹിയെ കണ്ട് ഇന്നലെ ചാകാൻ കിടന്ന സോംബിക്ക് ഇപ്പൊ ജീവൻ വന്നെന്നറിഞ്ഞ് അവനൊറ്റയ്ക്ക് പിറുപിറുത്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇവളടുത്തേക്ക് വന്ന് ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് അവളും ചോദിച്ചിട്ട് ഇവിടെ ഒറ്റയ്ക്ക് വന്ന് സേഫ് അല്ലെന്ന് പറയും. അങ്ങനെ കരടി ഉണ്ടെന്ന് അവളിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പം അവനാണ് ഇവളെന്തോ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു സെക്കൻഡ് ആലോചിച്ചിട്ട് ഇവളെന്തോ മൃഗത്തിനെ കുറിച്ച് സംസാരിക്കുന്ന മനസ്സിലാക്കി അവനൊരു സോംബി ഉള്ളപ്പോ ഏത് മൃഗം അടുത്ത് വരാൻ പോകുന്നതെന്ന് പറയും. അപ്പോഴാണ് അവൾ അവന്റെ കൈ തൊട്ടിട്ട് നല്ലോണം തണുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവന് പോക്കെയാണെന്ന് ചോദിക്കുമ്പം അവനാണ് കുറച്ച് ഷൈയായി ഇവൾക്ക് സത്യത്തിൽ ഇവനോട് ഇഷ്ടമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ചാൻസ് മുതലെടുക്കാൻ തീരുമാനിക്കും. അപ്പോഴാണ് അവളും വല്ല സംസാരിക്കാണ്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇവള് മൊബൈൽ ആപ്ലിക്കേഷൻ എടുക്കുമ്പം അവനാണ് നല്ലോണം തിളങ്ങിയിരിക്കുവാന്ന് ഇവളെ നോക്കി പറഞ്ഞിട്ട് അവസാനം ഇവളുടെ കമ്മലിനെ കുറിച്ചാ പറഞ്ഞെന്ന് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവൻ കുറച്ചുപേരും പോയിട്ട് ഒരു സെക്കൻഡ് അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് ഞാൻ ചോദിച്ചായിരുന്നെങ്കിൽ അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ പിന്നെ നാണക്കേടായനെന്ന് പറഞ്ഞ് ഇവന് സംസാരിച്ചോണ്ട് അവൾ തണുപ്പ് മാറാൻ വേണ്ടി തന്ന തുണിയെടുത്ത് ഇവൻ വേസ്റ്റിനകത്ത് എറിഞ്ഞിട്ടങ്ങ് പോകും. അങ്ങനെ അതിനുശേഷം ഇവരുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ചാമുഹി കാരണമാണ്. കാരണം അവളുടെ ഫാൻസ് ഒക്കെയാണ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇവരെ ഇപ്പൊ അകത്തേക്ക് പറഞ്ഞേക്കും. അങ്ങനെ അതുകൊണ്ട് ഡയറക്ടറും ഇവൾക്ക് താങ്ക്സ് പറഞ്ഞ് അവിടെ നോക്കുമ്പം ഹോജിനാണ് അവരുടെ കൂടെ തന്നെ പോകാൻ നോക്കും. അപ്പോഴാണ് ഇവൾ അവനെ തടഞ്ഞു നിർത്തിയിട്ട് ഇവളുടെ കൂടെ ഇവിടെ തന്നെ നിൽക്കാൻ പറ്റുമോന്ന് അവൾ ചോദിക്കുമ്പോഴാണ് അവൻ ചാമുഹിയുടെ കൂടെ ഇവിടെ തന്നെ നിൽക്കാൻ പോവാന്ന് അവരോട് പറഞ്ഞേക്കും. അതിനുശേഷം അവനും ഇവളെന്തിനാ ഇപ്പൊ തടഞ്ഞു നിർത്തിയെന്ന് ചോദിക്കുമ്പം അവൾ ആ ജീസോന്റെ കൂടെ പോകുന്ന ഇവൻ ഇഷ്ടമല്ലല്ലോ എന്ന് പറഞ്ഞ് അതുകൊണ്ട് ഇവനെ ഇപ്പൊ ഹെൽപ്പ് ചെയ്തേന്ന് പറയും. അതോടെ അവനാണ് ഒരു പ്രണയത്തിരുന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു വീക്കായിട്ടുള്ള വ്യക്തിയായിട്ടാണോ ഇവനെ കാണുന്നതെന്ന് ചോദിക്കുമ്പം അവളും കണ്ടിട്ട് അങ്ങനെ തോന്നിയുണ്ട ഇവനെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടന്നു പോകും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ചുമ്മാ അങ്ങോട്ടേക്ക് നടന്നു പോകുമ്പം അവനാണ് ഇതിനു മുമ്പ് ഇവിടെ പ്രാവശ്യം വന്നോണ്ട് അടുത്തൊരു വാട്ടർഫാൾ ഉണ്ടെന്ന് അവളോട് പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ അവൾക്ക് കണ്ണെന്ന് പറഞ്ഞ് ഇവന്റെ കൂടെ ഒരുമിച്ച് പോകുമ്പോഴാണ് അവനാണ് കുറച്ചുപേരും വിളിച്ചോണ്ട് പോയിട്ട് ഇവന്റെ പണി അങ്ങ് തുടങ്ങും വഴി മറന്നുപോയെന്ന്. അത് കേട്ടതോടെ അവളും ഇത് മുമ്പേ ഗസ് ചെയ്ത എന്തായാലും ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ചുറ്റി കറങ്ങിട്ട് പോകാന്ന് പറഞ്ഞ് അവൾ ഇവിടുത്തെ വീവെ കണ്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവളും ഇതേ അവിടെ കാണുന്നില്ലേ വാട്ടർഫാൾ എന്ന് ഇവനെ കാണിച്ചു കൊടുക്കുമ്പം അവനോടും കാണാൻ
സമയം പറയും. അപ്പോഴാണ് അവളും കാണാൻ പറ്റുന്നത് ചുമ്മാ കള്ളം പറയുന്നത്. അവനെ വഴക്കുറഞ്ഞിട്ട് ഇവരുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ വെള്ളമെല്ലാം ആ വാട്ടർഫാളിൽ നിന്ന് വന്ന വെള്ളമെന്ന് പറയും. അപ്പോഴാണ് ഇതെല്ലാം കണ്ട അവനും ഇനിയിപ്പോ കാണുന്ന എല്ലാ വെള്ളവും ഇവള് വാട്ടർഫാളായിട്ടേ പറയത്തുള്ളൂ പറഞ്ഞ് അവന് ചുമ്മാ കളിയാക്കിയിട്ട് ഇവള് പറഞ്ഞുകൊണ്ട് മിക്കവാറും ഈ വെള്ളം വാട്ടർഫാളിൽ നിന്ന് വന്ന വെള്ളം എന്നറിയും. അപ്പോഴാണ് അവളും ഇവന് വിശ്വാസമില്ല, എങ്കിൽ പിന്നെ നമുക്ക് രണ്ടുപേർക്ക് മാത്രം അറിയുന്ന ഇതൊരു വാട്ടർഫാളാന്ന് പറഞ്ഞ് അവര് സന്തോഷിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ പെട്ടെന്ന് അവളാണ് അവനെയും കിസ് ചെയ്യും. അതോടെ അടുത്ത സെക്കൻഡ് അവളാണ് ഷോക്കായിട്ട്, അയ്യോ ഇത് ഞാൻ ചെയ്തില്ല, ഡൊറാമി ഇപ്പൊ എന്നെ പേടിപ്പിച്ച് അവളെ നിന്നെ കിസ് ചെയ്യണമെന്ന്, ഞാൻ പറഞ്ഞില്ല എന്റെ അടുത്തിരിക്കുമ്പം കുറച്ച് സൂക്ഷിച്ചൊക്കെ ഇരിക്കണമെന്ന്. എന്നിട്ട് അവളും പറഞ്ഞിട്ട് പോയ ഉടനെ ഇവനിവിടെ ആകെ കിളിപോയ അവസ്ഥയിരിക്കും. അതിനേശം അന്ന് രാത്രി ഇവള് ഹീറോയായിട്ട് അവിടെ ഗെയിംസ് ഒക്കെ കളിച്ച് എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പം ഇത് കാണുന്ന ഹോജിനും ഇവനെ ഒരു സെക്കൻഡ് പേടിപ്പിച്ചിട്ട് അവൾ അവിടെ നിന്ന് എൻജോയ് ആണെന്ന് പറഞ്ഞ് അവൻ അതെല്ലാം സൈഡിൽ നിന്ന് കണ്ടോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവരുടെ ഗെയിമിന് ചലഞ്ചായിട്ട് TV ഷോയുടെ ആൾക്കാരുടെ കൂടെ ഹോജിനും വരുമ്പം അവസാനം അവൻ ഇവരെല്ലാം വിജയിപ്പിക്കും. അതോടെ ചാമുഹിയാണ് തോറ്റാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവൾ ഹീറോയുടെ കൂടെ അവിടെ നിന്ന് ചിയർ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഹീറോയും കുറച്ച് സന്തോഷിത്തി ഇന്ന് അവന്റെ ചെലവാന്ന് പറഞ്ഞ് അവന് പ്രഖ്യാപിക്കുമ്പം എല്ലാരും കൂടെ ഹീറോ ഹീറോ എന്ന് പറഞ്ഞ് അവന്റെ പേര് വിളിച്ച് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവനും മൊത്തം ശരിയായി, കുഴപ്പമില്ല എന്റെ പേര് വിളിച്ചോ, ഞാനൊന്നും പറയുന്നില്ല എന്നിട്ട് അവനും കുറെ ഷോയെ കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ബർത്ത്ഡേ വെച്ച് ഹീറോയാണ് ചാമുഹിയോട് മത്സരി തോറ്റാലും ഇവളുടെ കൂടെ ഒരുമിച്ച് ഗെയിം കളിച്ചത് അവന് സന്തോഷം എന്ന് പറഞ്ഞ് ഇപ്പൊ ഷേക്കൻ്റെ കൊടുക്കും. അപ്പിരാണ് ഇത് കണ്ട് സെക്രട്ടറിയും ആദ്യം അവളൊട്ട് ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ മനസ്സറിയാന്ന് പറഞ്ഞ് അവൾ ചോദിക്കുമ്പം ഇത് കേട്ട് അവനും അങ്ങനൊന്നുമല്ല, ഇപ്പോഴും അവൻ ആ സോംബിയെ കുറെ വെറുക്കുന്നതെന്ന് പറയും. പക്ഷെ അളിയൻ പുറത്ത് ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടി പറയുന്ന അവൻ എപ്പോഴേ അവളുടെ അടുത്ത് പ്രണയത്തിൽ വീണുപോയി. അതിനുശേഷം ഇവിടെ അകത്ത് വെച്ച് ഡയറക്ടറാണ് ഹോജിനോട് ഇവൻ എപ്പോഴേലും കല്യാണം കഴിക്കുമ്പോൾ ഇവർ നടത്താൻ പോകുന്ന ഒരു ഡേറ്റിംഗ് ഷോ ഒന്ന് പങ്കെടുക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട അവൻ അങ്ങനത്തെ ഷോയിലൊന്നും പങ്കെടുക്കത്തില്ലെന്ന് പറയുമ്പം ഇത് കേട്ട അവരും പ്രൊഡ്യൂസർ ജീസുവിനെ അതാ പറഞ്ഞ് കൂടാതെ ഇവൻ കുറെ നാളായിട്ട് ഒരാൾ സ്നേഹിക്കുമെന്ന് അറിഞ്ഞിട്ട് അവരിപ്പോ ഇങ്ങനെ ചോദിച്ചെന്ന് പറയും. അങ്ങനെ ജീസുവും പറഞ്ഞൊക്കെ സത്യമാണെന്ന് ഇവർ ചോദിക്കുമ്പം അവന്റെ നോട്ടം കണ്ടിട്ട് അവരറിയാതെ ഇതൊക്കെ ചോദിച്ചോ എന്നറിഞ്ഞ് വീട്ടിലേക്ക് ഫോൺ വിളിക്കാൻ പോകുന്നറിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോഴാണ് ചാമുഹിയാണ് അവിടെ നിന്ന് മൈക്ക് എടുത്തിട്ട് ഇവൾക്ക് നാട്ടിൽ കുറച്ച് വർക്കുള്ളതുണ്ട്, ഇവരെക്കാളും നേരത്തെ ഇവിടെ നിന്ന് പോകുമെന്ന് അറിഞ്ഞിട്ട് ഇനി അടുത്ത ഷൂട്ടിംഗ് ഇറ്റലി വെച്ച് കണ്ടുമുട്ടാന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് അവള് പുറത്തേക്ക് വന്നുടനെ ഇവളുടെ മാനേജറും നാളെ 8 മണിക്കല്ലേ പോകുന്നത്, അതുകൊണ്ട് വേണം കുറച്ച് സമയം കൂടെ ഇരുന്നിട്ട് പോകാന്ന് പറയും. പക്ഷെ അവളാണ് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നേരത്തെ പോകാൻ തീരുമാനിക്കും. കാരണം അകത്ത് വെച്ച് ഹോജിൻ ആ ജീസനെ തന്നെ നോയിക്കൊണ്ടിരിക്കുന്ന അവള് കണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ദേഷ്യത്തെ അവള് വീട്ടിലേക്ക് ചെന്നിട്ട് മൊത്തത്തിൽ ബോറടിച്ചു പോയിരിക്കുമ്പം പെട്ടെന്ന് അവിടെ നിന്ന് TV ആണ് ഓൺ ആകും. അപ്പോഴാണ് അതിനകത്ത് ഡൊറാമിയെ കണ്ടുടനെ ഇവൾ അഭിനയിച്ച സിനിമയായിരിക്കും പ്ലേ ആണെന്ന് പറഞ്ഞ് ഓഫ് ചെയ്യാൻ വേണ്ടി പോകും. പക്ഷെ അപ്പോഴാണ് അതിൽ നിന്ന് ഡൊറാമിയും എന്നെ കണ്ടിട്ട് ഷോക്കായ മോളെന്ന് പറഞ്ഞ് അവള് ചോദിച്ചുടനെ ഇവൾ ആകെ മൊത്തത്തിൽ പേടിച്ചു. അപ്പോഴാണ് ഇത് കണ്ട് ഡൊറാമിയും എന്തോ പറ്റി മോളെ, എന്നെ കണ്ട് പേടിച്ചോ, പക്ഷെ എന്റെ കാരണം പറഞ്ഞ് നീ അവനെ കിസ് ചെയ്തായിരുന്നല്ലേ എന്നിവൾ സംസാരിക്കുമ്പോ തന്നെ ചാമുഹി പേടിച്ച് ബെഡിലേക്ക് ചെന്ന് കിടക്കും. അപ്പോഴാണ് ഡൊറാമിയും പെട്ടെന്ന് തോക്കെടുത്തോണ്ട് നേരെ ഹോജിന്റെ അടുത്തേക്ക് ചെന്നിട്ട് 1-2 ചോദ്യം ഇപ്പൊ ചോദിക്കാൻ പോകുന്ന പറഞ്ഞ് ചാമുഹി നാളെ നാട്ടിലേക്ക് പോകുന്ന പറഞ്ഞിട്ടും ഇവൻ എന്താ ഒരു മെസ്സേജ് പോലും അയക്കാത്തെന്ന് ചോദിക്കും. അങ്ങനെ അവള് പോകുന്നത് കുഴപ്പമില്ലെങ്കിലും കിസ് ചെയ്തിട്ട് ഒരു റിയാക്ഷൻ പോലും ഇനി കൊടുത്തില്ലേന്ന്, അതും നിനക്ക് ഒന്നല്ലേ എന്ന് പറഞ്ഞ് ഡൊറാമി കുറെ ചോദ്യമൊക്കെ ചെയ്തിട്ട് ഇവനെ കുറെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഓരോ ട്രിഗർ നിൽക്കുമ്പം ഇവിടെ ചാമുഹിയാണ് പേടിച്ചിട്ട് മര്യാദയ്ക്ക് അവനോട് ചോദ്യം ചോദിക്കും നിർത്തം പറഞ്ഞ് ഇവൾ ഇവിടുന്ന് പേടിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഡൊറാമി നേരെ ഇവളുടെ അടുത്ത് തോക്ക് കാണിച്ചിട്ട് അവൻ ഇഷ്ടമുണ്ടോ ഇല്ലോ എന്ന് നിനക്ക് തന്നെ അറിയാലോ എന്നറിഞ്ഞ് അവളെ പറഞ്ഞ് മനസ്സിലാക്കും കൊച്ചിലെ തൊട്ട് ഇവളെ ആരും സ്നേഹിക്കാൻ തയ്യാറല്ലെന്ന്. അങ്ങനെ അതുകൊണ്ട് നിന്നെ ആരിലേക്ക് സ്നേഹിക്കുമെന്ന് പറഞ്ഞ് ഡൊറാമി അവൾക്ക് കൊള്ളുന്ന രീതിയിൽ സംസാരിക്കും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.